ഇലക്ഷൻ ക്യാമ്പയിനോട് കൂടിയ ഒരു സമ്മേളനമാണ്. SNDP യോഗത്തിന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ വനിതാ സംഘം സെക്രട്ടറിയാണ്. വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ കൊണ്ട് SNDP യോഗത്തിന് വനിതകളെ നല്ല രീതിയിൽ പല പല പദ്ധതികൾ ഇട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വനിതയാണ് സംഗീത വിശ്വനാഥൻ. സംഗീത വിശ്വനാഥൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനം നമ്മുടെ മോദിജിയോടൊപ്പം കേന്ദ്രത്തിൽ പോയി ഒരു സീറ്റ് നേടുക. ഈ ഇടുക്കിയിൽ നിന്ന് ഇവിടെ വന്നൊരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ജയിപ്പിച്ച് അത് തലസ്ഥാനത്തേക്ക് അയക്കാനായിട്ടാണ്. അല്ലാതെ വെറുതെ വന്ന് വോട്ടിന്റെ എണ്ണം കൂട്ടി അങ്ങോട്ട് വിടാനായിട്ടല്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് വിചാരിച്ചാൽ ഇവിടുത്തെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ അവിടെ എത്തിക്കാൻ നമുക്ക് സാധിക്കും. സംഗീതം SNDP യോഗത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ പറയാതെ തന്നെ SNDP യോഗത്തിലെ വനിതകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ അധ്യക്ഷയും അതാണ്. ഒരു ഏകാന്തകം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുമാരി സംഘം പ്രവർത്തകരെ കൊണ്ട് 5000 കുട്ടികളാണ് ഗുരുവിൻ്റെ വിശുദ്ധിയായ കുണ്ടലിനി ശക്തി ഉണർത്തി സഹസ്രാരകരണത്തിലേക്ക് വന്ന് ഗുരു ഈശ്വരനായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ 5000 വനിതകളാണ് തൃശ്ശൂർ തേക്കിക്കാട് മൈതാനിയിൽ ആ മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. അത് നമ്മുടെ വേൾഡ് റെക്കോർഡാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എല്ലാ കുട്ടികൾക്കും പങ്കെടുത്ത സകല കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് സംഗീത വിശ്വനാഥൻ സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് വനിതാ സംഘത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് അവരുടെ വനിതാ സംഘത്തിൻ്റെ ഒരു കൂട്ടായ്മയോടുകൂടി നേടിയെടുത്തതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയും അതിൻ്റെ കൗൺസിലേഴ്സും എല്ലാം അതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവർക്കൊരു അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കി ശാഖകളും യൂണിയനുകളും അഹമികയായി അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, സംഗീതം ഒറ്റയ്ക്കല്ല. സംഗീതത്തിന് പുറകിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ ധാരാളം കുട്ടികൾ അന്ന് പോയി തൃശ്ശൂർ ആ നൃത്തരൂപം അവതരിപ്പിക്കുകയും ഈ പ്രൈസൊക്കെ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിനെപ്പറ്റി അല്ല പറയുന്നത്, നമ്മുടെ 26-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്ക് 50% വനിതാ സംവരണം വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. NDA സ്ഥാനാർത്ഥികളായിട്ട് 4 വനിതകളാണ് മത്സരിക്കുന്നത്. 4 വനിതകളാണ്. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മൾ ഈ വനിതകളിവിടെ കൂടിയിരിക്കുമ്പോൾ മോദിജി എന്താണ് ചെയ്യുന്നതെന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. സ്ത്രീ ശക്തിയെ അദ്ദേഹം വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യം വരെ നോക്കിക്കൊണ്ടാണ് 6000 രൂപ ആദ്യം പ്രസവിക്കുന്ന കുട്ടിക്ക്. അത് നമ്മൾ അങ്കണവാടിയിൽ പോയി രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ സ്ത്രീകൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ അത് മേടിച്ചെടുക്കാനായിട്ട്. അത് നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയാണ്. ഈ രൂപ തരുന്നത് കൂടാതെ നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് അതിന് പോഷക
സർവ്വജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നേരത്തെ ഒരു അധ്യക്ഷ പറഞ്ഞതുപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കും. അപ്പം ഗുരുദേവന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഗർഭിണിയായാൽ നല്ല കാര്യങ്ങൾ വേണം, നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആ കുഞ്ഞിനെ വളർത്തണം, നല്ലൊരു ശിശു വളരണം. അപ്പം ആധ്യാത്മികമായും ഭൗതികമായിട്ടും വളരാനായിട്ടുള്ള ആ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി ഇവിടെ ചെയ്യുന്നത്. നമ്മൾ കുറച്ചു കാലം മുമ്പേ കേട്ടു, അട്ടപ്പാടിയിൽ പട്ടിണി കിടന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നു പ്രസവത്തോടുകൂടി. ഈ സോമാലിയയിലെ കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിനൊക്കെ ഭയങ്കര നാണക്കേടായി. ഒരു കുട്ടിയും ഗർഭത്തിൽ ഒഴിവാകുന്നപ്പോൾ തന്നെ ഭക്ഷണം കൊടുത്തു വേണം അതിനെ വളർത്താൻ. അന്നേരം അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മ പോഷകാഹാരം കഴിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാകുള്ളൂ. അപ്പൊ എത്ര കാര്യമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ ബി ജെ പി ആണോ DDS ആണോ എന്ന് ചോദിച്ചിട്ടല്ല, ഗർഭിണികൾ ആരൊക്കെയാണോ അവർക്കെല്ലാം ഇത് കിട്ടിയിരിക്കും. ഏത് ആനുകൂല്യം കൊടുത്താലും ഈ കേരളത്തിലാണെങ്കിലും ഈ നമ്മുടെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ കോവിഡ് വന്ന കാലത്ത് എല്ലാ രാജ്യങ്ങൾക്കും മരുന്ന് കൊണ്ടുവന്ന് കൊടുത്തതാണ്. നമ്മുടെ പട്ടിണിയാണെന്ന് പറഞ്ഞ് കിടന്നിരുന്ന പണ്ട് മറ്റ് രാജ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്? നമ്മൾ പട്ടിണി പാവങ്ങളാണെന്ന്. UPA ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലത്തെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മോദിജി വന്നപ്പോഴെന്താ ചെയ്തത്? 4460 കോടിയേക്കാളും രൂപയായിരുന്നു ഇസ്രായേലിന് കടം. അതുപോലെ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലും കോടികൾ കടമാണ്. UPA ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഗതിയെ കേരള ഗവൺമെന്റിന്റെ മോദിജി ഭരണത്തിൽ വന്നു. ഉടൻ തന്നെ മോദിജി ഒരു കാര്യം ചെയ്തു. ആദ്യം നമുക്കൊക്കെ ഒത്തിരി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പെട്രോളിന് വില കൂട്ടി. മോദി വന്നപ്പോൾ പെട്രോളിന് വില കൂട്ടിയെന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് ഒന്ന് സമരം തുടങ്ങി. അത് കഴിഞ്ഞ് ഈ UPA ഗവൺമെന്റ് ഉണ്ടാക്കിയ കടമായ കടം മുഴുവനും ഈ സർപ്ലസ് വന്ന ഫണ്ട് കൊണ്ട് അടച്ചു തീർത്തു. അടച്ചു തീർത്തിട്ട് അന്നത്തെ കാലത്ത് നിങ്ങൾ കേട്ട് കാണും, ആന്റണി ആയിരുന്നു പ്രതിരോധ മന്ത്രി. AK ആന്റണി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യാപാര ഇടപാടുകളൊന്നും ചെയ്യാൻ ഇവിടെ സാധിക്കുന്നില്ല, പൈസയില്ല. അപ്പം നമ്മുടെ UPA ഗവൺമെന്റ് 70 വർഷം ഭരിച്ചിട്ട് എനിക്ക് പൈസ ഇല്ലാതെ പോയത്, കടവായി പോയത്. ഒരു സാധനം ഇവിടെ നടത്താൻ പട്ടാളക്കാർക്ക് നല്ല യൂണിഫോം അവിടെ വസ്ത്രം മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. അതിനകത്തൊക്കെ അഴിമതികൾ നടക്കുകയില്ല. ഞാൻ പട്ടാളക്കാരെ എടുത്ത് പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വടക്കുള്ള ശത്രുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ പട്ടാളക്കാർ. അത് നമ്മൾ കാശ്മീരിലൊക്കെ പോയി കണ്ടെങ്കിലേ മനസ്സിലാക്കത്തുള്ളൂ. അവിടെയൊക്കെ നിങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്. ഇപ്പം പോയവർ പറയുന്നത് കാശ്മീരിൻ്റെ പ്രൗഢി മുഴുവൻ തിരിച്ചു വന്നു. അവിടുത്തെ കുങ്കുമക്കാടുകളെല്ലാം ഇതായിട്ട് കിടക്കുന്നു. ആപ്പിൾ മരങ്ങളെല്ലാം നിറയെ ആപ്പിളായിട്ട് നിൽക്കുന്നു. കൃഷിയില്ല, അവിടെയെല്ലാം ചത്തതുപോലെ കിടക്കുകയാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. ഗാർഡനൊക്കെ കാണാൻ പോയിട്ട് തന്നെ വളരെ പരിതാപകരമായി തന്നെ കിടക്കുകയായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് മാത്രം നമ്മൾ ആസ്വദിച്ച് പോകും. കുറച്ച് അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ വിസിറ്റ് ചെയ്യും. ഇപ്പോഴെങ്ങനെയാണ്? അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? ഞാൻ വിഷയം മാത്രമല്ല, എനിക്കറിയാം സംഗീതയുടെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഓരോരുത്തരും ഭാരതത്തിൻ്റെ ഇപ്പോഴുള്ള വളർച്ച എന്താണെന്ന് മനസ്സിലാക്കണം. മോദിജി ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞ എന്താണ്? നാനൂറ്. മോദിജിയുടെ ഉറപ്പിൻ്റെ മുകളിലാണ് നമ്മളെല്ലാവരും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പട്ടാളക്കാരുടെ കാര്യം ഞാൻ പറയാം. അവർക്കുള്ള ലക്ഷക്കണക്കിന് രൂപ വേണം ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ. അതെല്ലാം മോദിജി അവർക്ക് മേടിച്ചു കൊടുത്തു. ഞാനിതൊരു കുടുംബ യൂണിറ്റിൽ പറഞ്ഞപ്പോൾ അവിടെ
പട്ടാളക്കാരനുണ്ടായിരുന്നു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ്, മോദിക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കെല്ലാം കിട്ടിയത്. എല്ലാ വിശേഷ ദിവസങ്ങളിലും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പം നമ്മുടെ വീട്ടിൽ പോകാത്തതിൻ്റെ വിഷമം കൂടി ഞങ്ങൾ മറന്നുപോകും. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും വിഷമത്തിലും സന്തോഷത്തിലും പങ്കെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലേക്കാണ് നമുക്ക് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ വിടേണ്ടത്. സുപ്രീം കോടതി വരെ കേസ് വാദിക്കുന്ന ആളാണ് നമ്മുടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. നമ്മുടെ അഭിമാന പുരസ്സരം നമുക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ വിഷമങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ അങ്ങോട്ട് വിടാൻ നമുക്ക് സാധിക്കും. ഞാനതൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഇവിടെ ഒരുപാട് പ്രാസംഗികരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ കാര്യം പറയാൻ തുടങ്ങിയ എനിക്ക് സ്ഥലകാല ബോധം മറന്നു തോന്നിയാണ്. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ദേവിയോ ദേവന്റെയൊക്കെ എടുത്ത് നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജിയാണ് നമ്മൾ 400 450 350 സംശയം ഒത്തിരി കിട്ടാൻ പോകുന്നത്. ഇനി അടുത്ത 10 വർഷത്തേക്കുള്ള എല്ലാ പദ്ധതികളും ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. ഓരോന്നും ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത് പ്രിഫറൻസ് കൊടുത്ത് ചെയ്യുകയാണ്. ഇപ്പം തന്നെ നമ്മൾ ഓരോ റെയിൽവേ ക്രോസിൻ്റെ ഇടയിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് മേഘാലയം വരാൻ പോവുകയാണ് ഉള്ളത്. ഇതെല്ലാം പഴുത്ത് കഴിയുമ്പോഴത്തേക്കും അറിയാമോ, ഓരോരുത്തരുടെ കഴിവുകൊണ്ടാണ് ഞാൻ വന്നത്. ഏത് പദ്ധതി മോദിജി കൊണ്ടുവന്നാലും പേര് മാറ്റി അവരുടെ പേരിലോട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. കോട്ടയം നിയോജക മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം തുഷാർ അവിടെ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. മോദിജി ഗവൺമെൻറ് ചെയ്ത കാര്യം കോട്ടയത്തിൽ പോയി. അതുപോലെ തന്നെ സംഗീതയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഇടുക്കി ജില്ലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഫണ്ടുകൾ